ഇന്ത്യ UAE വാണിജ്യ വ്യവസായ നിക്ഷേപ സഹകരണം പുതിയ ഉയരങ്ങളിൽ എത്തിയെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. രാഷ്ട്രീയ നയതന്ത്ര മേഖലകളിലെ സഹകരണം കൂടുതൽ ശക്തമാക്കും. ഒമാനുമായുള്ള സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ ഉടൻ നടപ്പിലാക്കുമെന്നും മറ്റ് ഗൾഫ് രാജ്യങ്ങളുമായി ചർച്ചകൾ തുടരുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. GCC എന്ന നിലയ്ക്ക് ഒറ്റ കരാറിന് പദ്ധതിയില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. 2 ദിവസത്തെ UAE സന്ദർശനം പൂർത്തിയാക്കി പീയൂഷ് ഗോയൽ ഇന്ത്യയിലേക്ക് മടങ്ങി. UAE സന്ദർശനം പൂർണ്ണ വിജയമായിരുന്നുവെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ വകുപ്പ് മന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. ദുബായിൽ നിർമ്മാണം നടക്കുന്ന ഭാരത് മാർട്ട് 2027 തുറക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇന്ത്യ UAE വാണിജ്യ വ്യവസായ നിക്ഷേപ സഹകരണം പുതിയ ഉയരങ്ങളിലെത്തിയെന്ന് കേന്ദ്രമന്ത്രി കൂട്ടിച്ചേർത്തു. ആത്മവിശ്വാസത്തോടെയും സംതൃപ്തിയോടെയുമാണ് സന്ദർശനം പൂർത്തിയാക്കി ഇന്ത്യയിലേക്ക് മടങ്ങുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. രാഷ്ട്രീയ നയതന്ത്ര മേഖലകളിലെ സഹകരണം കൂടുതൽ ശക്തമാക്കും. UAE മന്ത്രിമാരും ഉന്നത ഉദ്യോഗസ്ഥരുമായി നടന്ന കൂടിക്കാഴ്ചകൾ വിജയമായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ദുബായ് ജബൽ അലി ഫ്രീ സോണിൽ നിർമ്മാണം പൂർത്തിയാകുന്ന ഭാരത് മാർട്ട് 2027 ആദ്യം തുറക്കും. 9000-ലേറെ കമ്പനികൾ ഭാരത് മാർട്ടിൽ താൽപര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. മത്സ്യബന്ധനം, സാമ്പത്തികം, ടെക്നോളജി തുടങ്ങി വിവിധ മേഖലകളുമായി ബന്ധപ്പെട്ട 75 പ്രതിനിധികളും കേന്ദ്രമന്ത്രിക്കൊപ്പം UAE-യിലെത്തിയിരുന്നു. പുനരുപയോഗ ഊർജ്ജം, കപ്പൽ നിർമ്മാണം, ഫാർമസ്യൂട്ടിക്കൽ, ലോജിസ്റ്റിക്സ്, റീറ്റെയിൽ എന്നീ മേഖലകളുമായി ബന്ധപ്പെട്ട സഹകരണം സംബന്ധിച്ചുള്ള ചർച്ചകൾ നടന്നുവെന്നും പീയൂഷ് ഗോയൽ പറഞ്ഞു. Bharat Mart will provide an outlet which can have showrooms for people to display their products, warehouses to stock their products, ability to service clients' requirements on real-time basis, and get logistics and finance support through the UAE ecosystem. നിർമ്മാണം, ഡേറ്റാ സെന്റേഴ്സ്, ടെക്നോളജി, ബാങ്കിംഗ്, സ്റ്റാർട്ടപ്സ്, ലോജിസ്റ്റിക്സ്, ഗ്രീൻ എനർജി തുടങ്ങിയ മേഖലകളിൽ നിക്ഷേപത്തിന് UAE-യിൽ നിന്നുള്ള സംരംഭകർ താൽപര്യം പ്രകടിപ്പിച്ചുവെന്നും കേന്ദ്രമന്ത്രി അറിയിച്ചു. ഒമാനുമായുള്ള സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ ഉടൻ നടപ്പാക്കുമെന്നും മറ്റ് ഗൾഫ് രാജ്യങ്ങളുമായി ചർച്ചകൾ തുടരുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. GCC എന്ന നിലയ്ക്ക് ഒറ്റ കരാറിന് പദ്ധതിയില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇന്ത്യയിൽ പ്രവർത്തനം വ്യാപിപ്പിക്കാൻ UAE-യിലെ ബാങ്കുകൾ താൽപര്യം അറിയിച്ചു. കൂടുതൽ ഫാർമ കമ്പനികളുടെ മരുന്നുകൾ പരസ്പരം അംഗീകരിക്കുന്നതിനുള്ള ചർച്ചകളും നടന്നു. അമൃത ന്യൂസ്, ദുബായ്.